പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അവിടുത്തെ മക്കളായി ഞങ്ങളെ അനന്തമായ സ്നേഹത്തിൽ ഒരു കുടുംബത്തിൽ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. അങ്ങയുടെ വലിയ പദ്ധതിയിൽ ജീവിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബത്തെ സന്തോഷത്തോടെ നന്ദിയോടെ സ്വീകരിച്ച് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളി, മക്കള്, സഹോദരങ്ങള്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ വലിയ കൃപയാലും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിലും ഞങ്ങളെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുക്കുടുംബത്തിന്റെ പ്രത്യേക സാന്നിധ്യത്തില് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് വലിയ അഭിഷേകത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യം നമ്മുടെ കുടുംബത്തിന്റെ കൃപയുടെ അടിസ്ഥാനവും ഒപ്പം നമ്മുടെ കുടുംബജീവിതത്തിന്റെ മാതൃകയുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ മാതൃകയാക്കി തിരുക്കുടുംബത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ മൂന്ന് സാന്നിധ്യങ്ങളെ അതിശക്തമായിട്ട് പഠിച്ച് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ഈ തിരുക്കുടുംബത്തിന്റെ അഭിഷേക കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ്. അതായത് ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ് കുടുംബജീവിതം. നമ്മുടെ എല്ലാ ജീവിതങ്ങളും ദൈവത്തിന്റെ വലിയ വിളിയാണ്, ദൈവത്തിന്റെ വലിയ പദ്ധതിയാണ്. അതിനടിസ്ഥാനം എന്താണ്? നാം എഫേസ്യർക്കാരുടെ ലേഖനത്തില് 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനത്തില് പൗലോസ് ശ്ലീഹ പറയാ, നാം ദൈവത്തിന്റെ കരവേലയാണ്. ദൈവത്തിന്റെ കരവേല, ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വന്തമായ മക്കള്, ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെ ദാവീദ് 139-ാം സങ്കീർത്തനത്തില് 13-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ദൈവം മെനഞ്ഞു. എങ്ങനെ? വിസ്മയനീയമായും അത്ഭുതകരമായും ദൈവം നമ്മെ സൃഷ്ടിച്ചു. ഈ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ മക്കളെ? എഫേസ്യർ 2:10 2-ാമത്തെ ഭാഗത്ത് പറയുന്നുണ്ട്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, കരവേല ചെയ്തത്, ഇതുപോലെ വിസ്മയനീയമായും അത്ഭുതകരമായും സൃഷ്ടിച്ചത്. ഇവിടെവരെ നാം ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. അച്ഛൻ എപ്പോഴും പറയും, ദൈവം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് നാം ഓരോരുത്തരും. ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഉണ്ടാക്കുമ്പോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു വലിയ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയില് ദൈവം വിളിച്ച് യോജിപ്പിച്ച ഒരു ജീവിതമാണ് കുടുംബജീവിതം. അതോടൊപ്പം തന്നെ പൗരോഹിത്യം ദൈവം വിളിച്ചതാ, ദൈവവിളിയ. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ മനസ്സ് പൂർത്തിയാകാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചു, ദൈവം വിളിച്ചു, ദൈവം വേർതിരിച്ചു. ഇനി അതിനു വേണ്ട വലിയ അഭിഷേകവും കൃപയും ദൈവം തന്നെ തരും, ദൈവം തന്നെ തരണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തില് ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച ദൈവം പറയുന്നത്, മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കുന്നത് നല്ലതില്ല. എന്നിട്ട് പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. അങ്ങനെ ദൈവം സ്ഥാപിച്ച, ദൈവം ഒരുമിപ്പിച്ച ദൈവത്തിന്റെ പദ്ധതിയിൽ രൂപം കൊണ്ട വലിയൊരു ജീവിതമാണ് കുടുംബജീവിതം. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ അംഗീകരിക്കേണ്ട വലിയൊരു കാര്യം, കുടുംബജീവിതം ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ്. നമ്മൾ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ യോസേപ്പ് പിതാവും മാതാവും ഉണ്ണീശോയും, ഈ 3 വ്യക്തികള് ഒരു കുടുംബത്തിലായിരിക്കുമ്പോ ഇവരുടെ 3 പേരുടെയും ഒരു അടിസ്ഥാനപരമായ ഒരു ഐക്യത്തിന്റെ ഒരു കാരണമുണ്ട്. എന്തെന്നറിയോ? ഈ 3 പേർക്കും ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റണം. എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക,
എന്റെയും നിങ്ങളുടെയും ജീവിതത്തില്, പൗരോഹിത്യത്തിലും കുടുംബജീവിതത്തിലും ഏത് ജീവിതാന്തസ്സിലും മനുഷ്യ മക്കൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക. കാരണം നമ്മൾ ദൈവത്തിന്റെയാണ്, ദൈവത്തെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയുള്ളവരാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, ഈ ജീവിതം ദൈവത്തിൻ്റെതാണ്. എല്ലാ കൃപയും സഹായവും ദൈവം തന്നെയാണ് തരുന്നത്. അതുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറിയില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം. ഇവിടെ നോക്ക്, പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞേ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി തന്നെ പരിപൂർണമായും സമർപ്പിച്ച പരിശുദ്ധയമ്മ. യോസേപ്പ് പിതാവ് നോക്കിക്കേ, ദൈവം എന്ത് പറഞ്ഞോ സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവദൂതൻ ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചപ്പോ ഉടൻ തന്നെ എഴുന്നേറ്റ് ദൈവം പറഞ്ഞ പോലെ ചെയ്ത ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയ യോസേപ്പ് പിതാവ്. ഉണ്ണീശോയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിലേക്ക് വന്ന് ഞാനും പിതാവും ഒന്നാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് പറയുന്ന ആ ആഴമായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന ജീവിതം ജീവിച്ച ഈശോ. അപ്പോ ഈ തിരുക്കുടുംബത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഐക്യത്തിന്റെ കാരണം എന്ന് പറയുന്നത് 3 പേരും ദൈവഹിതത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു എന്നുള്ളതാണ്. സ്വന്തം ഇഷ്ടമില്ല, സ്വന്തം താല്പര്യമില്ല, സ്വന്തം സ്വാർത്ഥതയില്ല, സ്വന്തമായ ഒരു അഹങ്കാരമില്ല. ഞാൻ ദൈവത്തിന്റെ ദാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അവകാശം, തന്റെ ജീവിതത്തിന്റെ അവകാശം ദൈവത്തിന് സമർപ്പിച്ച് ജീവിച്ച ഈ 3 വ്യക്തികളും തിരുക്കുടുംബത്തിന്റെ ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോ ഈ ഒരു അടിസ്ഥാനം വേണം. നമ്മൾ ദൈവത്തിന്റെ മക്കള്, ദൈവത്തിന് വേണ്ടിയുള്ളവരാ, ദൈവഹിതം നിറവേറ്റാനുള്ളവരാ. ആ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ നമ്മുടേതായ സ്വാർത്ഥത അല്ലെങ്കിൽ അഹങ്കാരം, നമ്മുടെ ഇഷ്ടങ്ങള്, സ്വപ്നങ്ങള്, താല്പര്യങ്ങള് അതിനുവേണ്ടി പിടിച്ചു നിന്ന് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കത്തില്ല. ദൈവഹിതം, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ദൈവഹിതത്തിന് സമർപ്പിച്ചാ പിന്നെ ആര് നോക്കണം? ദൈവം നോക്കണം. അതാണ് തിരുക്കുടുംബത്തിന്റെ വലിയ കൃപയുടെ ആ ഒരു അഭിഷേകത്തിന്റെ കാരണം. ദൈവത്തിന് സമർപ്പിച്ചപ്പോ ദൈവം ഇടപെടുക. നോക്കിയേ, തക്ക സമയത്ത് അമ്മയുടെ ജീവിതത്തില് യോസേപ്പ് പിതാവിന്റെ ഒരു ചെറിയ സംശയം പോലെയൊക്കെ വരുമ്പോ അവിടെ മാതാവ് ഒച്ചപ്പാട് ബഹളമൊന്നുമില്ല. മാതാവിനറിയാം ഞാൻ ദൈവത്തിന് സമർപ്പിച്ചേക്കാം, ദൈവം ഇടപെട്ടേ പറ്റും. ആ തക്ക സമയത്ത് സ്വപ്നത്തിൽ യോസേപ്പ് പിതാവിനോട് മാതാവല്ല പറഞ്ഞ് ദൈവദൂതൻ ദൈവത്താൽ ഐക്യപ്പെട്ടു. കറക്റ്റ് കാര്യം പറയോ? ഓരോ കാര്യങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു വരട്ടെ, എന്ത് പ്രശ്നം വരട്ടെ, എന്ത് പ്രതിസന്ധി വരട്ടെ, അവിടെ ദൈവസന്നിധിയില് വലിയ പ്രാർത്ഥനയില് ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കാൻ സാധിച്ചാൽ, ആ ഒരു സമർപ്പണത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ ദൈവം നമ്മുടെ കുടുംബത്തില് ജീവിതത്തില് ഇടപെടും. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തില് പല പല പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താ കാര്യം? നമ്മൾ ദൈവത്തിൻ്റെതാക്കി നമ്മെ സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആകുലത, ഉത്കണ്ഠ, സങ്കടം, നിരാശ, പരാതി, പിറുവീർപ്പ്, ഒച്ചപ്പാട്, അതിന്റെ പേര് വഴക്ക്, മല്ലടിച്ച്, വേർതിരിഞ്ഞ് എന്തെല്ലാം സംഭവങ്ങളാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ മാതാവിനെ യോസേപ്പിതാവിനെ ഉണ്ണിച്ചു നോക്കി, അവർക്കൊരു പരാതിയില് എന്തുണ്ടായിട്ടാ? ദാരിദ്ര്യം, കട്ടപ്പാട്, നമ്മളങ്ങനെ അങ്ങോട്ട് കുറെ കാര്യങ്ങൾ കാണും. അവിടെയൊക്കെ ഇവർ ശാന്തരാണ്, സമചിത്തരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമില്ല, എന്താ പറയുക, പരാതിയില്ല, അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടലില്ല, ഒരു നിരാശയില്ല, ഒരു കുറ്റപ്പെടുത്തൽ ഒന്നുമില്ല. അതിന്റെ അടിസ്ഥാനം ഇവരുടെ കൂടെ ദൈവത്തിന്റെ വലിയ മനസ്സ് നിറവേറ്റുന്ന അഭിഷേകവും സമർപ്പണവും ആ കൃപയും ആ സംരക്ഷണവും സ്വർഗം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മള് ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കുടുംബത്തില് ദൈവത്തിൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവോടെ ഓരോരുത്തരും തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാൽ ദൈവത്തിന്റെ ഇടപെടല്, പ്രിയപ്പെട്ടവരെ, ദൈവം വിശ്വസ്തനാ, ദൈവം ചെയ്യും. ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഒറ്റ ശരീരമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്തിരിക്കും.
നമ്മൾ നാളെ വിവാഹമെന്ന കൂദാശയെ കുറിച്ചൊക്കെ കുറച്ച് ആഴത്തിൽ ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, അതിന്റെ അടിസ്ഥാനമൊക്കെ മനസ്സിലാക്കി ദൈവത്തിന്റെ ആ ഒരു ശക്തിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതം ജീവിക്കുമ്പോ ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമ്മള് ഈ 3 വ്യക്തികളെ ശരിക്കും ധ്യാനിക്കാം. യോസേപ്പ് പിതാവിന്റെ ജീവിതം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, ഉണ്ണീശോയുടെ ജീവിതം ദൈവഹിതത്തിന് സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ സഹായം അതുപോലെ വാങ്ങിച്ചെടുത്ത് ഈ ജീവിതം ജീവിച്ചപ്പോ ഈ ജീവിതം കുടുംബമായിട്ട് മാറി സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, വലിയ സ്വർഗത്തിന്റെ സംരക്ഷണത്തിന്റെ വലിയൊരു ജീവിതമായിട്ട് മാറി. ഇത് നമുക്കും സാധിക്കും. പഠിക്ക്, ധ്യാനിക്ക് ഈ 3 വ്യക്തികളെ. എന്നിട്ട് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഭാര്യ, ഭർത്തൃ, മക്കൾ ബന്ധത്തിൽ ഈ ഒരു വലിയ അഭിഷേകം നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ വലിയ മാധ്യസ്ഥം, സഹായം നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. ഒരുമിച്ച് ദിവികാരന്റെ സന്നദ്ധിയില് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൃപയാൽ നിറച്ച് ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യേശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അതുപോലെ സ്നേഹിച്ചുകൊണ്ട്, കുടുംബത്തെ സ്ഥാപിച്ചുകൊണ്ട്, കുടുംബത്തെ അങ്ങയുടെ കൃപയാൽ നിറച്ച് അനുഗ്രഹിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മാതൃകയാക്കി തിരുക്കുടുംബത്തെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് കണ്ടുപഠിക്കാനും അനുകരിക്കാനും കൃപയിൽ ജീവിക്കുവാനും ഇടയാകത്തക്ക വിധത്തില് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ സാന്നിധ്യം എപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങൾ അങ്ങയുടെ കരവേലകളാണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയുള്ളവരാണ്. പരിശുദ്ധ അമ്മയെ പോലെ, യോസേപ്പ് പിതാവിനെ പോലെ, ഉണ്ണീശോയെ പോലെ ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ശക്തമായ ഇടപെടൽ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ ഞങ്ങൾ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹിതം എന്താണോ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുവാനുള്ള വലിയൊരു കൃപയും അതിനുവേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ വേണ്ട വലിയ അഭിഷേകവും എല്ലാ മക്കൾക്കും നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റാനല്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാനല്ല, പിന്നെയോ കർത്താവേ, നിന്റെ മനസ്സ്, നിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ വിളിക്കപ്പെട്ടത്. എന്റെ പൗരോഹിത്യത്തിലും ഈ മക്കളുടെ കുടുംബ ജീവിതത്തിലും ഈശോയെ, അങ്ങയുടെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഓരോ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെയും ഉണ്ണീശോയുടെയും ആ വലിയ ചൈതന്യം ഇതാ കർത്താവേ, നിന്റെ ദാസി, നിന്റെ ദാസൻ, നിന്റെ പ്രിയപ്പെട്ട മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ സ്വന്തമാക്കി മാറ്റി പിന്നീട് സമാധാനത്തില്, സ്വസ്ഥതയില്, പരാതിയില്ലാതെ, പരിഭവമില്ലാതെ, കുറ്റപ്പെടുത്താതെ, ശപിക്കാതെ, വെറുക്കാതെ, അകന്നു പോകാതെ ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന്റെ ഈ വലിയ അഭിഷേകം നിറച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃപ നിറച്ചു നൽകുന്ന കൃപാദാതാവായ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ കൃപയും ആ വലിയ ശക്തിയും ആ വലിയ ഇടപെടലും എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വലിയ കൃപ, തിരുക്കുടുംബത്തിന്റെ സമർപ്പണത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ കുടുംബത്തിലും ഓരോ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയൂ ദൈവമേ, ദൈവ കൃപ ചൊരിയൂ. യേശുവിൻ കൃപ ചൊരിയൂ, ആത്മാവിൻ കൃപ ചൊരിയൂ. നമ്മുടെ കുടുംബങ്ങളെ
ദൈവത്തിന് തിരുമനസ് നിറവേറ്റാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി സമർപ്പിക്കാനും ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കാനും കർത്താവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനും നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ. അതെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പ്രത്യേകിച്ചും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാനും സമാധാനത്തിലും സ്വസ്ഥതയിലും ദൈവം ഇടപെടുന്ന ജീവിതം ജീവിക്കുവാനും വേണ്ട വലിയ അഭിഷേകത്തിനും അനുഗ്രഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ദിവ്യവരങ്ങൾ കൃപകൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.